മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരുടെ കഴുകൻ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അവരുടെ മിഡ്ഫീൽഡിലേക്ക് ഒരു സൂപ്പർ ഇന്ത്യൻ താരത്തെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും കുറേ താരങ്ങൾ അവരുടെ ലിസ്റ്റിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അഫൂയ, ജീക്സൺ സിംഗ്, വിപിൻ മോഹൻ, അസർ, അതുപോലെ തന്നെ ജിതേശ്വർ സിംഗ്, കുറേയധികം താരങ്ങളുടെ ലിസ്റ്റ് അവരിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മിക്കവാറും ഈ താരങ്ങളിൽ ഒരാളെ അവർ പൊക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം അപ്പുയയ്ക്ക് വേണ്ടി ഇപ്പോൾ പൊരിഞ്ഞടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുംബൈ സിറ്റി അതായത് സെല്ല് ചെയ്യുമെന്ന് അറിയത്തില്ല. കാരണം ആ രംഗത്തുള്ളത് ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ മോഹൻ ബഗാനുമാണ്. എന്തായാലും അവസാന തീരുമാനം അപ്പുയയുടെയാണ്. അദ്ദേഹം ഇപ്പോഴേ ഡിസിഷൻ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ ഭാഗത്തുനിന്ന് തീരുമാനം വരണോ അദ്ദേഹത്തെ സെല്ല് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ. അപ്പുയെ കിട്ടിയില്ലെങ്കിൽ രണ്ട് ക്ലബ്ബും ഉറപ്പായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മിഡ്ഫീൽഡിലേക്ക് നോക്കാനുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാം കാർസ് കൊഡ്രാഡ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഉറപ്പായിട്ടും വിപിൻ മോഹനെ ടീമിലേക്ക് വേണമെന്ന് അടുത്ത സീസണിലേക്ക്. സോ വിപിൻ മോഹനെ ലക്ഷ്യമിടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഈസ്റ്റ് ബംഗാൾ. അതുപോലെ തന്നെ മോഹൻ ബഗാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ജീക്സൺ സിംഗിനെ വേണമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. സോ നമ്മുടെ മിക്കവാറും മിഡ്ഫീൽഡ് രണ്ടും ബംഗാളികൾ അടിച്ചുകൊണ്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ എന്തായാലും മോഹൻ ബഗാൻ ഒരു ടോപ്പ് മിഡ്ഫീൽഡറിനെ എടുത്തിരിക്കും. ഒന്നെങ്കിൽ ജീക്സൺ സിംഗ്, ജിതേശ്വർ സിംഗ്, വിപിൻ മോഹനൻ, അപ്പൂയ, ഇവർ 4 പേര് ഒരാളെയെങ്കിലും മോഹൻ ബഗാൻ ഉറപ്പായിട്ടും എടുത്തിരിക്കും. കാരണം അവർക്ക് ഒരു ഇന്ത്യൻ മിഡ്ഫീൽഡർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. സോ അവർ എന്തായാലും പിക്ക് ചെയ്തിരിക്കും. ഇതിൽ വിപിനെയും അതുപോലെ തന്നെ അസറിനെയും വിട്ടുകളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യൂത്തിൽ അവർക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. സോ അവരെ പെട്ടെന്ന് വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇതിൽ ജീക്സൺ സിംഗിൻ്റെ കാര്യമുള്ള സംശയം. കാരണം നല്ലൊരു ട്രാൻസ്ഫർ ഫീ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിട്ടുകൊടുക്കാനുള്ള സാധ്യതകൾ മിക്കവാറും നമ്മുടെ ഒരു മിഡ്ഫീൽഡ് താരത്തിന് എങ്ങനെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.